അപ്പോൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ അവസാനത്തെ ലാബിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്താ പറയുക, ജസ്റ്റ് ബ്രീഫായിട്ട് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക്കേഷന് ആ വെബ് ആപ്ലിക്കേഷനിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അൺഇൻറ്റൻഷ്യലി റിവീൽ ചെയ്യുമ്പോഴാണ് ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ വൾനറബിലിറ്റീസ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഈ ലാബ് ആക്സസ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ലാബ് സോൾവ് ചെയ്യാനാണ് എന്താ പറഞ്ഞിട്ടുള്ളത്, സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഗൈഡ്സ് വേർഷൻ കൺട്രോൾ ഹിസ്റ്ററി ടു സോൾവ് ദ ലാബ് ഒബ്റ്റെയിൻ ദ പാസ്വേഡ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ലോഗിൻ ആൻഡ് ഡിലീറ്റ് ദ യൂസർ കാർഡ്സ്. അതായത് വേർഷൻ കൺട്രോൾ ഹിസ്റ്ററി വഴി ഈ ലാബിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്ററായിട്ട് ലോഗിൻ ചെയ്ത് കാർലോസ് എന്ന യൂസറിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് നമുക്ക് ഈ ലാബിൻ്റെ സൊല്യൂഷനിൽ എന്താ പറഞ്ഞിട്ട് നോക്കാം. ഇല്ലാണ്ടോ wget-r നമ്മൾ ലാബിൻ്റെ ഐ ഡി വെച്ചുകൊണ്ട് ഗിറ്റ് എന്ന് പറഞ്ഞൊരു നമ്മൾ ആക്സസ് ചെയ്യണം. .git ആണ് കേട്ടോ. .git നമ്മൾ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. എന്നിട്ട് wget-r ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി, ആ ഫയൽ സക്സസ്ഫുള്ളി ഡൗൺലോഡ് ചെയ്യാൻ നോക്കും. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വേറൊരു കമാൻഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞൊരു ഗിറ്റ് കോള. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഗിറ്റ് കോള എന്നുള്ള ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രൗസ് പോയിങ്ങാണ്ട് ഫയൽ കംപ്ലീറ്റ് ആവട്ടെ, എന്നിട്ട് അത് പോയിട്ട് ആക്സസ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ആകാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ആകാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗിറ്റ് കോൾ ബ്രൗസ് കൊടുത്തുകൊണ്ട് ബ്രൗസർ ഇങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, ഈ നമ്മൾ എവിടെയാണോ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി അവിടെ പോവുക. അവിടെ പോയിട്ട് ഈ .git എന്ന് പറഞ്ഞ ഫയൽ ആക്സസ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലുണ്ട് അഡ്മിൻ കോൺഫ് എന്ന് പറഞ്ഞ ഫയലിൽ അഡ്മിൻ പാസ്വേഡ് അഡ്മിൻ പാസ്വേഡ് അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ലേറ്റസ്റ്റ് കമ്മിറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടോ ലാസ്റ്റ് കമ്മിറ്റ് കൊടുക്കുക. ലാസ്റ്റ് കമ്മിറ്റ് കൊടുക്കുമ്പോൾ എന്തായി, മോഡിഫൈഡ് അഡ്മിൻ കോൺഫ് പറഞ്ഞ ഫയൽ നമുക്ക് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൽ അവർ റിമൂവ് ചെയ്ത പാസ്വേഡിൻ്റെ നമുക്ക് എന്ത് ചെയ്തു, പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റി. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലാബിൽ വന്നുങ്ങാണ്ട് ജസ്റ്റ് മൈ അക്കൗണ്ട് പോവുക, അഡ്മിനിസ്ട്രേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക, പാസ്വേഡ് വേസ്റ്റ് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ എന്തായി, ഞാൻ കാരണം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ലോഗിനായി. നമ്മൾ അഡ്മിൻ പാനൽ ആക്സസ് ചെയ്യാൻ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള കാർലോസ് എന്ന യൂസറിനെ റിമൂവ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ കാർലോസ് കൊടുക്കുക. അപ്പോൾ എന്തായി, കാർലോസ് എന്ന യൂസർ റിമൂവ് ആയി. നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, ലാബ് സോൾവ് ചെയ്തു. അപ്പോൾ ഈ ലാബ് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തത്, .git പറഞ്ഞൊരു അത് wget-r എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഗിറ്റ് കോൾ ആക്സസ് ചെയ്തു. ഗിറ്റ് കോൾ ആക്സസ് ചെയ്തുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കമ്മിറ്റ് നമ്മൾ എന്ത് ചെയ്തു, അൺഡു ചെയ്തു. അതായത് ജസ്റ്റ് അതിനെ പ്രീവിയസ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അഡ്മിൻ്റെ പാസ്വേഡ് നമുക്ക് സക്സസ്ഫുള്ളി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയുള്ള ലാബ്. അപ്പോൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ 5 ലാബ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പോർട്സിക്കറിലെ അടുത്ത വൾനറബിലിറ്റീസിനെ പറ്റിയിട്ടുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.